ഹലോ ഗൈസ്, അപ്പൊ വെഡിങ് പർച്ചേസ് പാർട്ട് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക്, പുതിയ വ്ലോഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ ചങ്ങനാശ്ശേരി എം ലോഫ്റ്റ് പോവാണ് ഗൈസ്. എം ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സാരി ബ്രൈഡ്സിന്റെ ഒക്കെ ഭയങ്കര സ്വപ്നം പോലെ ഗൈസ് എം ലോഫ്റ്റ് ഒക്കെ. അപ്പൊ സോ നമുക്ക് എം ലോഫ്റ്റിലോട്ട് ജ്യോതികാജയ്ക്ക് നമുക്ക് കല്യാണത്തിന് സാരി നോക്കാനായിട്ട് നമ്മൾ നേരെ എം ലോഫ്റ്റിലോട്ട് പോവാം. എം ലോഫ്റ്റിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. നമ്മളിപ്പോ എം ലോഫ്റ്റിൽ വന്നിരിക്കുകയാണ്. ലിഫ്റ്റിൽ കയറി ഇനി സാരി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കണം. സെറ്റ് സാരി ഒക്കെ വാങ്ങിക്കാനായിട്ട് എം ലോഫ്റ്റിലൊക്കെ ഉണ്ടൊക്കെയോ? ഉണ്ടൊക്കെ എന്തുവാ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഇവിടെ 10 to 50 സ്റ്റാർട്ടിങ്. ഇതിന് മേളിൽ ഒരു ഫ്ലോർ ഉണ്ട്. ഇതിന്റെ മേളിലത്തെ ഫ്ലോർ 15K മുതലാണ് സ്റ്റാർട്ടിങ് നമ്മുടെ കല്യാണ സാരീസ്. അപ്പൊ നമ്മുടെ കല്യാണ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഫസ്റ്റ് തുടക്കമേ ജ്യോതികാജയെ അവിടെ ഉടുപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ജ്യോതികാജയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലേ? ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവസാനം നമ്മളൊരു സർപ്രൈസ് ആകുക സാരി കാണുമ്പോ. പക്ഷെ അത് കാണിക്കാൻ പറ്റത്തില്ല. അതെ, ലാസ്റ്റ് കാണിക്കാം. അതെ, ലാസ്റ്റ് കാണിക്കാനോ? കല്യാണത്തിന് കാണാം. അതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നിക്കുന്നില്ല, ഒന്നിലും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഇവിടെ സോങ് ഇട്ടിട്ടുണ്ട് ഗൈസ്, കോപ്പിറൈറ്റ് അടിക്കും. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കാൻ പറ്റൂല്ലോ അറിയില്ല, പക്ഷെ കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്. പാട്ടിട്ടേക്കുക, അതുകൊണ്ടാ പാട്ടിട്ടേക്കുക. പിന്നെ സാരി ഉടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. മറ്റേ എം ലോഫ്റ്റിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോ ഒരു ചേട്ടനെ കാണാറില്ലേ, ഓണർ? ആ ചേട്ടനെ കണ്ട് സംസാരിച്ചു ഗൈസ്. ആ ചേട്ടൻ ജ്യോതികാജയോട് എന്തോ പറഞ്ഞു. ജ്യോതികാജയ പറഞ്ഞു വേണ്ട അത് വേണ്ട. പക്ഷെ അവസാനം ആ ചേട്ടൻ പറഞ്ഞത് ഇത് തന്നെ തോന്നുന്നു. ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് കോഫി കിട്ടും. ഇപ്പൊ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് എം ലോഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും മേളിൽ വന്നാൽ ചായ കുടിക്കാനുള്ള സ്ഥലമുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഗൈസ്. അത് നല്ലൊരു സാധനമാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. ഭീമേന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഇതിലും കുഞ്ഞു ഗ്ലാസ് ആയിരുന്നു. അതെ, അവിടെ ഫസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ടാങ്ക് ഒക്കെ ഇട്ട് തരുമായിരുന്നു. ഈയിടെ ചെന്നപ്പോ പച്ചവെള്ളത്തിനകത്ത് ഒരു സ്പൂൺ എങ്ങാണ്ട് കലക്കി തന്നു. പക്ഷെ ഇത് കൊള്ളാം, നല്ല കോഫി. എനിക്കറിയാം ഇവര് പറയുന്നൊന്നും കേൾക്കത്തില്ലായിരിക്കും. ഭയങ്കര സൗണ്ടാ ഗൈസ് ഇവിടെ. അപ്പൊ നമ്മള് താഴേന്ന് സാരി ഒക്കെ എടുത്തിട്ട് മേളിൽ വന്നിപ്പോ കോഫി എടുത്തിട്ടുണ്ട്. ആളിവിടെ നമ്മുടെ കൂടെ ഉണ്ട്, എം ലോഫ്റ്റിന്റെ സ്വന്തം ആള്. ഞങ്ങളിങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുക ഗൈസ്. ദിവസം ഞാൻ ഒത്തിരി ആക്റ്റീവ് ആകാതാകുമ്പോ അവന് ഭയങ്കര സങ്കടം. ഞാൻ ആക്റ്റീവ് ആയാലും വ്ലോഗ് കയറുന്നു. എന്താ ചെയ്യാ? പൈസ കൊടുക്കട്ടെ. ഇവർക്ക് ഒറ്റ സംസാരിക്കാൻ അറിയത്തില്ലേ, ഊമയാ. മൈക്കും എടുക്കത്തില്ല. ഇപ്പൊ പറഞ്ഞിട്ടാ മൈക്ക് എടുക്കാൻ ഞാൻ മൈക്ക് എടുക്കണ്ടെന്ന് അടി ഗൈസ്. ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി. ഗൈസ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മൾ ഇറങ്ങി ഗൈസ്. സാധനം കിട്ടി ഗൈസ്. കഴിഞ്ഞില്ല ഗൈസ്. ഇനി അടുത്ത കടയിലോട്ട്. നിങ്ങൾ ഗസ് ചെയ്യൂ ഏതാ ഞാൻ എടുത്തേന്ന് സാരി. അത് ഞാൻ കാണിക്കൂ, വെച്ച് കാണിച്ചാ മതി. നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കണ്ട. എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളായിരിക്കും. നിങ്ങൾക്ക് ഈ ഷോപ്പിന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ പോയാൽ അത് കാണാം. അതെങ്ങനെ കാണാനാ? അവരിടും. അവരെനിപ്പോ എങ്ങനെ എടുത്തൊന്നുമില്ല, ഇവിടെ ഇടും. അപ്പൊ ഇടുമല്ലോ, അപ്പൊ കാണാം. എം ലോഫ്റ്റിൽ നമ്മള് പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര മഴ, ഭയങ്കര കലിപ്പിലാണ് ഗൈസ്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഈ മൂക്കൂത്തി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാരും ഇഷ്ടപ്പെട്ടെന്നാണ് കമന്റ് ഇടണം. ഇത് രാജീവ്ഗാറിന്റെ കാതിലിടുന്ന സാധനമായിരുന്നു. ഇപ്പം ഊരി കൊടുക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നിങ്ങളെല്ലാം എതിർക്കണം ഗൈസ്. ഇത് ജ്യോതികാജയ്ക്കാണ് ചേരുന്നത്, അതുകൊണ്ട് അച്ഛന് കൊടുക്കണ്ടെന്ന് പറഞ്ഞോണ്ട്. എങ്ങനെയുണ്ട്? യദുഗസൊക്കെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് സുന്ദരി, ഞാൻ സുന്ദരിയ ഗൈസൊക്കെ. യദുഗസ് ഭയങ്കര കാലിപ്പാ. ഇവിടെ എല്ലാരും ഭയങ്കര ശ്രദ്ധിക്കുക യദുഗസിനെ. ഇത്ര ടോക്സിക് ആണ് ഞാനെന്ന് വിചാരിച്ചോണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? രാജികേറാണ് വണ്ടി ഓടിക്കുന്നത്.
അച്ഛൻ ഇവിടെ വെളിയിലോട്ട് നോക്കിയിരിക്കുന്നു, അമ്മ ബില്ല് നോക്കുന്നു. എല്ലാവർക്കും ഭയങ്കര ബിസിയാണ് ഗൈസ്. ചോദ്യമ്മ വേറെ ആരോ നോക്കുന്നു. ഓഹോ, ഡ്രസ് എടുത്തെന്ന് പറയാൻ പറഞ്ഞു ഗൈസ്. ഗൈസ് അപ്പൊ നമ്മൾ എംലോഫ്റ്റിന്ന് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറുതായിട്ട് മറ്റേ നമ്മുടെ എന്റെ വീൽ ചെയറിന്റെ വീൽ ഇങ്ങനെ എന്തോ ലൂസാ, ബ്രേക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ബ്രേക്ക് ഇട്ടിട്ടും കിടന്നിങ്ങനെ ആടുമായിരുന്നു. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെന്തായാലും ടൈറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് വേറെ ഇങ്ങനെ വീട്ടിലിടാനായിട്ട് അല്ലറ ചില കുറച്ച് ഡ്രസ്സൊക്കെ അല്ലാണ്ട് വാങ്ങിക്കണമായിരുന്നു. എനിക്ക് കുറച്ച് ട്രൗസേഴ്സ്, അവക്ക് പിന്നെ അല്ലാണ്ട് കുറച്ച് ഡ്രസ്സുകള്, അങ്ങനെ കുറച്ച് അല്ലാണ്ട് വീട്ടിലിടുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനായിട്ട് ഇവിടെ ചങ്ങനാശ്ശേരി തന്നെ വേറൊരു ഷോപ്പിലൂടെ വന്നതാ. പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഗൈസ്. അത് ഇറങ്ങി പെട്ടു. എന്ന് വെച്ചാൽ വീൽ ചെയറിൽ ബ്രേക്ക് ഇല്ലാണ്ട് നേരെ കാറിൽ നിന്ന് വീൽ ചെയറിലോട്ട് ഷിഫ്റ്റ് ആയ പ്രശ്നം. അപ്പൊ ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അപ്പൊ അവര് ഇപ്പൊ പോയി നോക്കാനായിട്ട് ഇറങ്ങി. അപ്പൊ അത്ര നേരം നമുക്ക് ഇവിടെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാം. അവര് വ്ളോഗ് എടുക്കുന്നുണ്ട് ഗൈസ്. അവരവിടെ അകത്ത് എന്തൊക്കെയാണെന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് അല്ലാണ്ടുള്ള പർച്ചേസിന് ഇറങ്ങിയതാണ്. അതുപോലെ നമുക്ക് വേണ്ട കുറച്ച് അല്ലാണ്ടുള്ള ഡ്രസ്സ് എടുത്തു. അത് നിങ്ങളെ കാണിക്കുന്നില്ല ഗൈസ്, എനിക്ക് ചമ്മല അത് കാണിക്കാൻ. അല്ലാണ്ട് പിന്നെ നൈറ്റ് ഡ്രസ്സിന് വേണം, അത് നോക്കാൻ വേണ്ടി പോകാം. ഏൽപ്പിച്ച് വെച്ചേക്കുവാണ് ഗൈസ്. ഞാനാണെങ്കിൽ മറന്നു പോകും വ്ളോഗ് എടുക്കാൻ. നമ്മളങ്ങനെ ലിഫ്റ്റ് കയറി എന്നിട്ട് നമ്മളാണ്ട് ഇറങ്ങാൻ പോകണം. അല്ലല്ല, ഇതിനകത്ത് വ്ളോഗ് എങ്ങനെ എടുക്കാൻ പറ്റും? ഇതെന്നെ നാട്ടും. നിങ്ങൾ പറയൂ കാത്തോനകത്ത് ഏതാ ചേരുന്നത്? എനിക്കിതാ ഇഷ്ടപ്പെട്ടത്, അമ്മയ്ക്ക് അതാ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? എല്ലാരും അടിയാണ് ഗൈസ്. എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ അമ്മ കൊണ്ട് വാ. അമ്മ എനിക്കറിയത്തില്ല. നേരെ നിന്നിട്ട് ഇനി അമ്മ ഓക്കെ ബൈ ഗൈസ്. നമ്മൾ കല്യാണം പ്രമാണിച്ച് ജ്യോതികയ്ക്ക് ഉടുപ്പെടുക്കാൻ വന്നു. ഞാൻ നല്ലൊരു ഉടുപ്പെടുത്തു. അമ്മ ഇത് ജ്യോതി ചേച്ചിക്ക് വെച്ച് കാണിച്ചു കൊടുത്തേ. ബെസ്റ്റ് വൺ. തിരി നോക്ക്. ബെസ്റ്റ് വൺ. LKG പിള്ളേർ ഉടുപ്പും ഏത് സൈസും ഈ ശരീരത്തോട്ട് ചെയ്യും. ഈ ചേട്ടനെ നമ്മൾ കൊണ്ടുവന്നില്ല. ചേട്ടൻ വീഡിയോ കൊണ്ടുവന്നു. ഞാൻ ഈ വലുപ്പത്തിൽ ഇടാറുണ്ട്. എനിക്കും ഇങ്ങനത്തെ മതി. അപ്പൊ അങ്ങനത്തെ എടുത്തോ. കിട്ടിയോ? കിട്ടി നല്ലത് കിട്ടി. എനിക്കത് ഇഷ്ടപ്പെട്ടു. കുറെ നാളായിട്ട് എനിക്ക് ആഗ്രഹം. അടുത്ത ജ്യോതികാജയ്ക്ക് വാങ്ങിച്ചെടുക്കണമെന്ന് ഇതാ. അത് പരിഗണിക്കണം. അത് കൊള്ളാല്ലേ? കാത്തു മേടിക്കത് നല്ലതായിരിക്കും. ഇത് കൊള്ളാം കേസ്. കാത്തൊന്നും ചേരുന്നുണ്ട്. ഇത് വീട്ടിലല്ല, പുറത്തൊക്കെ ഇടാൻ. എന്റെ ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട് ഇതൊക്കെ ചോദിക്കണം. ഷെയ്ഡൊക്കെ നിങ്ങൾ ചോദിച്ചറിയണം. മനസ്സിലായോ? അങ്ങനെ നമ്മളുടെ ബില്ലടിക്കുന്ന ഗൈസ് എടുത്തു. നമ്മൾ ബില്ലടിച്ചു. എനിക്ക് ബ്ലോഗൊന്നും എടുക്കാൻ അറിഞ്ഞൂടാ. സോ 2 ബ്ലോഗേഴ്സും, ഒരാള് വണ്ടിക്കകത്ത്, ഒരാള് വാഷ്റൂമിൽ ഇച്ചിച്ച് മുള്ളാൻ പോയി. സോ നമ്മൾ പോവുകയാണ് ഗൈസ്. ഒന്നിനും പോയ ആൾക്കാർ ഇതുവരെ വന്നില്ല. ഫോണ് 2 എൻ്റെ കയ്യില്. എന്ത് ചെയ്യും? നല്ല മഴയാണ് ഗൈസ്. നമ്മുടെ ഡ്രൈവർ ശരിയല്ല, അങ്ങോട്ട് നനഞ്ഞു എന്നോളാൻ പറഞ്ഞു. പാവങ്ങള്. കാത്തുവിന് സങ്കടം. കാത്തുവിന്റെ അടുത്ത മാസം കല്യാണം കാണാൻ ഗൈസ്. അതിന് ഷോപ്പിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ കല്യാണമാണ് ഗൈസ്. ഇപ്പൊ എല്ലാരും വരണം. എന്റെ കല്യാണം ഇന്റിമേറ്റ് വെഡിങ് ആണ്. ഇവരുടെ കല്യാണത്തിന് മുന്നേ എന്നെ കല്യാണം കഴിക്കണം. അതാണ് കാത്തുവിന്റെ ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ അങ്ങ് നടത്തി കൊടുത്തു ഗൈസ്. അപ്പം എന്താ ഭർത്താവിനെ കാണാൻ എല്ലാരും കാത്തിരിക്കുക ഗൈസ്. സർപ്രൈസ് ഇപ്പൊ നടന്നോണ്ടിരിക്കുകയാണ് ഗൈസ് എല്ലാരും. അതാ പ്രശ്നം. ഈ ഭർത്താക്കന്മാരൊന്നും ഒരു ഗുണവും ഇല്ല. എല്ലാരും അവരുടെ സുഖം നോക്കി അവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഞങ്ങളെ കൊണ്ടൊക്കെ നടത്തിപ്പിച്ചിട്ട് നമ്മൾ പിന്നെയും ഫാമിലി നമ്മൾ ഫാമിലിയായിട്ട് എല്ലാരും
എന്തായിരുന്നു ബ്രെഡ് സ്റ്റൂവും കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളൊന്ന് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞപ്പോ അതിന്റെ അടി കുറെ കമന്റ്സ് കണ്ടു, നിങ്ങൾ എന്താ ഫാമിലി ആയിട്ട് എന്താ പുറത്തു പോകാത്തത്. ഇല്ല, ഒറ്റ കമന്റ് പോലും ഇല്ല. ചുമ്മാതാ ഗൈസ്, ഞാൻ നിങ്ങളെ പറ്റിക്കുന്നതാ. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാരെയും കൊണ്ട് വന്നേക്കാണ്. എല്ലാരെയും വണ്ടിയിൽ നിന്ന് ഇറക്കി കഴിച്ച്. യദുകൃഷ്ണ മാത്രം ഭയങ്കര രാജഭരണമാണ്, അവന് അങ്ങനെ ഇറങ്ങത്തില്ല. നമ്മൾ സ്റ്റൂ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അമ്മ ചിരിച്ചു കാണിക്കുന്നു. ചുമ്മാതാ ഗൈസ്, ഭയങ്കര മടിച്ച്. ഞങ്ങൾ SMK മൂത്രം ഒഴിച്ച് ഗൈസ്, മൂത്രം ഒഴിക്കാൻ മുട്ടയിരിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാ ബ്ലോഗിനകത്ത് തന്നെ മൂത്രത്തിന്റെ അപ്പിയുടെ കഥയല്ലേ. എന്തൊരു പിള്ളേർ ഇങ്ങനെയൊക്കെയാണ്. ബ്ലോഗ് എടുക്കാൻ അറിയത്തില്ല ഒന്നിനും. നമ്മുടെ പഴയ യദുകൃഷ്ണയ്ക്ക് വേദിക്ക് കല്യാണം കഴിക്കണമെന്നായിരുന്നു. ഇപ്പൊ കിട്ടുന്നത് ജ്യോതിക്ക്. അതാ കാ വെച്ചവൻ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. കഴിക്കാണ് ഗൈസ്. യദുകൃഷ്ണയ്ക്കാണ് ഫസ്റ്റ് കൊടുത്തത്. അവൻ ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടങ്ങ് മെഴുകി കളയും. ഭീമ നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഗൈസ്. അല്ല, ചെങ്ങന്നൂരിൽ നല്ല തിരുവല്ലേന്ന്. ഇപ്പൊ ഇവിടാണ്. ഭീമയ്ക്ക് ഫ്രീ ആയിട്ടൊരു പ്രൊമോഷൻ കൊടുത്തതാ. പൈസ ഗൂഗിൾ പേക്ക് അത്തിട്ട് തന്നേക്കണല്ലേ. എല്ലാരും ഇച്ചിരി കൊള്ളാ വച്ചാ കൊള്ളത്തില്ലെന്ന് അമ്മക്ക് ഇഷ്ടപ്പെട്ടോ? ജ്യോതിയമ്മക്ക് ഇഷ്ടപ്പെട്ട. കാത്തൂനോ? അച്ചാച്ചനോ? ഇതാണ് ഈ ചേട്ടൻ, ഈ കടയുടെ മുതലാളി. നമ്മളിവിടെ വന്നിട്ട് എന്തായിരുന്നു മിക്കവാറും ഇങ്ങനെ കുടിക്കുന്നതാണ് ഗൈസ്. അവിടുത്തെ മസാല കാപ്പി യദുകൃഷ്ണയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വന്നതാണ് ഗൈസ്. അവിടെ പാട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നും കേട്ട് കാണത്തില്ല. ആ ചേട്ടനാണ് അതിന്റെ മുതലാളി, അച്ഛന്റെ കൂട്ടുകാരനാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞു ഗൈസ്. കല്യാണത്തിലെ എന്റെ പർച്ചേസിങ് മൊത്തം കഴിഞ്ഞു ഗൈസ്. ഞാൻ ഭയങ്കര അച്ചടക്കമുള്ള കുട്ടിയായതുകൊണ്ട് ഫസ്റ്റ് എന്റെ എല്ലാം കഴിഞ്ഞു. ബാക്കി എത്ര രൂപയ്ക്ക് നമ്മൾ അപ്പൊ കാത്തുന്റെ കല്യാണത്തിന് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കുക. തമ്മിൽ എന്റെയും എന്റെ ചെറുക്കന്റെ ഫോട്ടോ ചാടിച്ചു.